ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനും ചെൽസിയ ഉണ്ട്. ചെൽസിയ ഗൈസ്, ഞങ്ങൾ വളരെ സാഹസികമൊന്നുമില്ല കേട്ടോ. ഞങ്ങൾ നട്ടുച്ച വെയിലത്ത്, അതായത് സമയം 1:30 ഒരു 1:30 മണിയുണ്ട്. എത്രയാ? 2. അയ്യോ, നമ്മൾ ലിഫ്റ്റ് നിൽക്കില്ല. 2 മണിയായി ഗൈസ്. 2 മണിക്ക് ഞങ്ങൾ വെയിലത്ത് ഇറങ്ങി നടന്നു ഒരു 1.5 കിലോമീറ്റർ നടന്നിട്ട് ഞങ്ങൾ എവിടേക്കാണ് വന്നിരിക്കുന്നത്? ഓക്കെ, ബ്ലോഗർ ചെൽസിയ. നടന്ന് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഒരാൾ സ്ലീവ്ലെസ് ഒക്കെ ഇട്ടിട്ട് മറ്റേ ട്രെൻഡി ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഇറങ്ങിയതാണേ. ഇതേപോലത്തെ സ്ലീവ്ലെസ് ഞാൻ അപ്പോഴേ പറഞ്ഞു നമ്മുടെ UV റേസ് നമ്മുടെ സ്കിന്നിൽ കൊള്ളാൻ പാടില്ല ഗൈസ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യാ, ഇതേപോലെ സേഫ്റ്റി ആയിട്ടുള്ള ജാക്കറ്റ്സ് ഒക്കെ ഇട്ട്. ഞാനൊരു കാര്യം പറയട്ടെ, നമ്മളില്ലേ വെയിലല്ലേ, അപ്പം നമ്മൾ അധികം ചൂടെടുക്കണ്ടാലും നടക്കുക. ഗൈസ്, വെൽവെറ്റിൻ്റെ ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് ഞാൻ ഇറങ്ങിയത്. എന്ത് കണ്ടിട്ടൊന്നറിയില്ല ആക്ച്വലി. നോക്കി കൈപോയി ഗൈസ്. ഞങ്ങളിവിടെ എത്തിയിട്ട് ഐഫുവിൻ്റെ അടുത്താണ്. ഐഫു ഞങ്ങൾക്ക് ചോറും മീൻ വറുത്തതും സാമ്പാറും, ഒരു മിനിറ്റ് ഗൈസ്, ഫാനും ഓഫാക്കോടെ. ചോറ്, മീൻകറി, അല്ല മീൻ വറുത്തത്, സാമ്പാർ ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ഒളിച്ചിരിക്കണ വീഡിയോ എടുക്കാം, വ്ലോഗാണ്. യെസ്, ഹായ് ഗൈസ്. ഒരു മേക്കപ്പ് ചെയ്യാത്തോണ്ടാണോ? ഇനി വേറൊരു സാധനം കാണിച്ചു തരാം. ഞങ്ങള് ഒരു ചോക്ലേറ്റ് എടുത്ത് പോക്കറ്റിലിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതായത് ഫ്രീസറിൽ നിന്ന് എടുത്ത ചോക്ലേറ്റ് ആണ്. ഫ്രീസറിൽ നിന്ന് നല്ല കട്ട, എന്റെ മുഖം നോക്കി കരിവാലിച്ചോ. ഫ്രീസറിൽ നിന്ന് നല്ല കട്ടയ്ക്ക് എടുത്ത ചോക്ലേറ്റ് ആണ്. ഇപ്പൊ ഇതിന്റെ അവസ്ഥ നോക്കി. വെയിലിന് അറിയാലോ സെലിബ്രിറ്റി ആണെന്ന്, അപ്പൊ മുഖത്തൊന്നും എഫക്ട് ചെയ്യില്ലല്ലോ. എന്റെ പോക്കറ്റിലൊന്നും വീണിട്ടില്ല. ഇത് മെൽറ്റ് ആയിട്ട് തന്നെ നിനക്കൊള്ള ചോക്ലേറ്റാ. മെൽറ്റ് ആയി കൊണ്ടാറിറങ്ങി. ഇതിപ്പോ നമ്മള് ഫ്രിഡ്ജിൽ വെക്കാണ്. എവിടെ വെക്ക്? ഫ്രിഡ്ജിലേക്ക് ഫ്രിഡ്ജ് വെക്കണമെന്നും കാണിക്കണ്ട, ഫ്രിഡ്ജിനകത്തുള്ളതൊന്നും കാണിക്കണതാണ്. അങ്ങനെ ഉയ്യോ എൻ്റെ സ്പെക്സ്. സക്സസ്ഫുള്ളി ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഐഫോൺ ഉണ്ടാക്കിയ ഭക്ഷണങ്ങളൊക്കെ ഒന്ന് കാണാം. അങ്ങനെ ഞങ്ങൾ ഐഫോൺ അടുക്കളയിൽ എത്തിക്കുക. തുറന്ന് കാണിച്ചാ എന്തൊക്കെയാ ഉണ്ടാക്കിയത്? കുക്കറി ബ്ലോഗ് തന്നെയാ. ഫിഷ് ഫ്രൈ മാറ്റി നോക്കട്ടെ. ആ ചോറ് പിന്നെ കുഴപ്പമില്ല, എന്നാലും നല്ല ചൂട് ആവി പോകുന്ന ചോറ്. നമുക്ക് എഫക്റ്റഡ് ആവി വന്നില്ലെങ്കിൽ. ഇതെന്താണ്? സാമ്പാർ. വാവ്, സാമ്പാർ. അപ്പൊ ഇത് ഇല്ലേ സാമ്പാർ. ഓ തമാശ അടി. അപ്പൊ ഗൈസ്, സാമ്പാർ കഴിക്കാൻ കൊതിയാണ്. അടുത്ത എനിക്ക് അടുത്തൊന്നുമില്ല. അതിന് ഉള്ളിമുളക് ഉണ്ടാക്കിയില്ലേ? ഞാൻ എന്റെ സ്പെഷ്യൽ ഉള്ളിമുളക് എന്ത് നോക്കട്ടെ. എന്റെ പൊന്നി നോക്കട്ടെ. തേങ്ങ ചുട്ടരച്ച ചമ്മന്തി. ഐഫു, യു ആർ ഗ്രേറ്റ്. താങ്ക് യു ഫോർ ഇൻവൈറ്റിംഗ് അസ്. നമുക്കിത് കഴിച്ചാലോ? അല്ല, ഇനി കഴിഞ്ഞില്ല. ഇച്ചിരി നാരങ്ങളും തരും. നല്ല വെയിൽ കൊണ്ടാ വന്നേ. ഉണ്ടാക്കി കഴിക്കണോ? ഗൈസ്, ഉണ്ടാക്കി. ഓക്കെ, അപ്പൊ ഇതാട്ടോ ഇപ്പൊ ഫ്ലാറ്റ്. ഗൈസ്, അപ്പോ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, ഞാനൊരു പ്രാവശ്യം നമ്മുടെ ഈ ഒരു മൈക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കോംബോ ഉള്ള മൈക്കായിരുന്നില്ല. അപ്പൊ ഞാനിവിടെ UAE വന്നിട്ട് അത്യാവശ്യം റേറ്റ് സൗണ്ട് ഉണ്ടാക്കല്ലേ. അത്യാവശ്യം നമുക്ക് ചെൽസിനെ കൂടി കാണിക്കുന്ന രീതിയിലേക്ക്. അയ്യോ, അനങ്ങുന്നില്ല. പോട്ടെ. അപ്പൊ നമ്മള് UAE വന്നിട്ട് ഇന്ത്യയിൽ കിട്ടുന്നതിനേക്കാളും റേറ്റ് കുറവിന് ഇവര് സമ്മതിക്കൂല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, UAE ഇന്ത്യയിലേക്കാളും റേറ്റിന് സാധനം കിട്ടും. അപ്പൊ ഞാൻ ഇത് ഓപ്പൺ ചെയ്യാം. അന്ന് കാണിച്ചത് ഒറ്റ, അതായത് നമ്മുടെ ആൻഡ്രോയിഡ് ഫോണിൽ മാലടിക്കാവും. പ്ലീസ് ഗൈസ്, ക്ലോസ് ദി ഡോർ ഇഫ് യു ഡോണ്ട് മൈൻഡ്. താങ്ക് യു. അങ്ങനെ എന്തായിരുന്നു പറഞ്ഞു വന്നത്? കോംബോ ആയിരുന്നില്ല, ഇത് കോംബോയാണ്. അപ്പൊ ഇത് നമുക്കൊന്ന് അൺബോക്സ് ചെയ്യാം ഗൈസ്. ഞാൻ ഓൾറെഡി അൺബോക്സ് ചെയ്തതാണ്, പക്ഷെ എന്നാലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഒന്നുകൂടി ചെയ്തതാണ്. ഓക്കെ, ഗൈസ്, ഇതിൻ്റെ അകത്ത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാല്
സ്റ്റിക്കേഴ്സ് ആണ്. ഇതെന്താ? ഹോളി ലാൻഡ് യൂസ് ഗ്രൂപ്പ് ക്യുക്ക് ഗൈഡ് ആണ്. പിന്നെ അതേ സ്റ്റിക്കേഴ്സ് ഉണ്ട്. പിന്നെ ഇതിന്റെ ഗ്യാരണ്ടി കാർഡും അത് ഇതും ഇതൊക്കെയാണ്. പിന്നെ ഇതിന്റെ എന്തൊക്കെയാണ് ഇതിൽ വരുന്നതെന്നുള്ള ഒരു നോട്ട് പാഡ്, ചെറിയൊരു നോട്ട് പാഡ് ഉണ്ട്. ഐ മീൻ ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഉള്ളത്. അപ്പൊ നമ്മൾ ഇതിലേക്ക് തിരിച്ചു വെക്കുന്നു. ഓക്കെ, ചെൽസി ഒന്ന് വരുമോ? ഹെൽപ്പ് ചെയ്യോ? താല്പര്യമില്ല? ചെൽസി അവിടെ നാരങ്ങളുണ്ടല്ലോ. ഹിയർ കംസ് വാടക. യെസ്, ഹിയർ കംസ് അവർ ഹോളി ലാൻഡ് മാർക്ക് ടു മൈക്ക്. ഓക്കെ ഗൈസ്, നോക്കൂ. അപ്പൊ ഇതില് വരുന്നത് സൗണ്ട് കുറയ്ക്കാൻ ഞാൻ മൈക്ക് ഓൺ ചെയ്തിട്ട് നല്ല സൗണ്ടിൽ പറയാം. മൈക്ക് ഫിറ്റ് ചെയ്യാനൊന്നും പറഞ്ഞോട്ടെ ഗൈസ്. അപ്പൊ ഇത് ഒരു മൈക്ക്, 2 മൈക്ക് നമുക്ക് ക്യാമറകളിൽ കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്കത് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ദിസ് വൺ, ഇത് ആൻഡ്രോയിഡിൽ കണക്ട് ചെയ്യുന്നതും ഇത് ഐഫോണിൽ കണക്ട് ചെയ്തതാണ്. ഇതിൽ രണ്ടിലുള്ള സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സൈഡിൽ കൂടി ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും? ഫോൺ ചാർജ് ചെയ്യുന്നത് കണക്ട് ചെയ്തിട്ട് നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത് ചാർജർ കൊടുക്കാം. ഐഫ് നമുക്ക് നാരങ്ങളും ഉണ്ടാക്കി തന്നിരിക്കുകയാണ്. തണുപ്പില്ല ഇതില്. അപ്പൊ ഇനി നമ്മൾ വീണ്ടും ഇതിൽ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോവാണ്. അത് ഞാൻ കാണിച്ചു. ഇതുപോലെ ഒരു പൗച്ച് നമുക്ക് കിട്ടും. ഈ പൗച്ചിനകത്ത് എന്തൊക്കെയുണ്ട്? ഇത് മാല പോലെ ഇട്ടിട്ട് നമുക്ക് ഇതാക്കും. ഇത് മറ്റേ എയറൊക്കെ വരുമ്പോൾ നോയിസ് ക്യാൻസലേഷന് വേണ്ടിയിട്ടുള്ള സംഭവമാണ്. ഓൾറെഡി ഇതിൽ നോയിസ് ക്യാൻസലേഷൻ ഉണ്ട്. പക്ഷെ ഭയങ്കര കാറ്റുള്ള സ്ഥലത്ത് പോകുമ്പോൾ നമുക്ക് ഇതൊക്കെ യൂസ് ചെയ്യാം. ഇതിന്റെ ചാർജ് ചെയ്യണത് ഇതിന്റെ ചാർജർ. പിന്നെ ഇതെനിക്ക് തോന്നുന്നു, ആക്ച്വലി ഇത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. എനിക്ക് തോന്നുന്നത് ക്യാമറയിൽ കണക്ട് ചെയ്യുന്ന ഇതിന്റെ ബാലൻസ് തോന്നുന്നുണ്ട് കേട്ടോ. ഇനി ഇതിനകത്തുള്ളത് പിന്നെ അതിന്റെ ക്ലിപ്പും കാര്യങ്ങളാണ് ഗൈസ്. അപ്പൊ അത്രയൊക്കെ ഉള്ളു. അപ്പൊ നമുക്കിനി മൈക്ക് വെച്ചിട്ട് നമുക്ക് അടുത്ത കലാപരിപാടികൾ നോക്കാം. ചെറിയ മൈക്ക് വരട്ടെ. നമുക്ക് എനിക്ക് ഏറ്റവും ഞാൻ എന്താ പറയാ, മൈക്കൊക്കെ എനിക്ക് പണ്ട് മുതലേ മേടിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷെ ഇത് കണ്ടപ്പോൾ ഞാൻ എത്ര രൂപയാണെങ്കിലും എന്തായാലും മേടിച്ചിരിക്കും എന്നുള്ളൊരു വാശി തന്നെയായിരുന്നു. അപ്പൊ നമ്മൾ ചുമ്മാ ഇതിങ്ങനെ എടുത്തിട്ട് നമുക്കിവിടെ നോയിസ് ക്യാൻസലേഷൻ ഓൺ ആക്കുന്ന ബട്ടണാട്ടോ. യെല്ലോ നോക്കി കഴിഞ്ഞാൽ പറഞ്ഞില്ലല്ലോ. ഭായി നമ്മൾ ആദ്യം ഇത് ഫോണിൽ കണക്ട് ചെയ്യാം. സോറി ഗൈസ്. അപ്പൊ ഞാനിപ്പോ എന്റെ സാംസങ് ആയതുകൊണ്ട് ഞാൻ സാംസങ്ങിൽ കണക്ട് ചെയ്യാൻ പോവാണ്. അത് ഫോണാണ്. പിന്നെ നമ്മൾ എന്താക്കും, നോയിസ് ക്യാൻസലേഷൻ ഗ്രീൻ ഓൺ ആയിട്ടുണ്ട്. നോയിസ് ക്യാൻസലേഷൻ. അപ്പോൾ നമ്മൾ ബട്ടൻ്റെ കൂടെ ഇങ്ങനെ വെച്ചിട്ട് ഓക്കെ, സെറ്റ്. ചെൽസിയ, വുഡ് യു ലൈക്ക് ടു ഹാവ് വൺ? എന്താ ഇവരെന്തോ ചിരിക്കണം. എന്നാ മൈക്ക് വെക്ക്. ആരെങ്കിലും ഒരാൾ മൈക്ക് വെക്കുക. ഐഫോ ചെൽസിയ സൗണ്ട് തീരെ കുറവുള്ള ആളുവാണെങ്കിൽ മൈക്ക് വെച്ചോ. ഇനി ഞാനിതൊന്ന് സൗണ്ട് ആയോന്നൊന്ന് ചെക്ക് ചെയ്തിട്ടോ. ഇപ്പോൾ വരാം ഗൈസ്. അയ്യോ, ഫോൺ ചെരിഞ്ഞു പോയി. അപ്പോൾ നമ്മുടെ മൈക്കും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളെന്താ ചെയ്യാൻ പോകുന്നേ? ചെൽസിയ പറയൂ. ചെക്കിങ് ഒക്കെ കഴിഞ്ഞു. മൈക്കൊക്കെ ഓണാ, സെറ്റാ. നമ്മളിനി ഭക്ഷണം ഫുഡ് കഴിക്കാൻ പോവാ. ഐഫോന്റെ സ്പെഷ്യൽ മീൻ വറുത്തത്, സാമ്പാർ, പിന്നെന്തായിരുന്നു? ചമ്മന്തിയോ? എന്ത് ചമ്മന്തിയോ? തേങ്ങ ചമ്മന്തി ആയിട്ട് ഞങ്ങള് നല്ല ചോറില് കുറച്ച് സാമ്പാറും കുറച്ച് പീസ് മീനും എടുത്ത് നമ്മൾ എന്ത് ചെയ്യും, കുറച്ച് ചമ്മന്തിയും കൂടെ വെച്ചിട്ട് ആ ഉരുള അങ്ങോട്ട് ഉരുട്ടിയിട്ട് വായിലോട്ട് വെക്കും. ഓക്കെ ഗൈസ്, അപ്പോൾ ബൈ നമ്മുടെ ചെൽസിയ ഇനി തൊട്ട് ചെൽസിയനെ വ്ളോഗിൽ കിട്ടാൻ ഭയങ്കര പ്രയാസമാണ്. കാരണം നാളെ തൊട്ട് ചെൽസിയ ജോബ് സ്റ്റാർട്ട് ചെയ്തു ഓൾറെഡി. അപ്പോൾ ഇനിയിപ്പോൾ ചെൽസിയനെ കിട്ടാൻ ഭയങ്കര പ്രയാസമായിരിക്കും. മാഡം ഫ്രീ ആകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് വരില്ലേ?
യെസ്. പിന്നെ UAE ദുബായിലൊക്കെ ആർക്കെങ്കിലും പേഴ്സണൽ ട്രെയിനിങ് വേണമെങ്കിൽ പറഞ്ഞാൽ മതി. എന്റെ പേഴ്സണൽ ട്രെയിനറാണ്, ഞാൻ വേണമെങ്കിൽ കുറച്ച് നാളത്തേക്ക് വിട്ടുതരാം. യെസ്. പിന്നെ അവിടെ തന്നെ അടിക്കും. സെറ്റ് ആക്കാം. ഓക്കെ, അപ്പൊ നമ്മള് ഭക്ഷണം കഴിക്കാം ഗൈസ്. വിശക്കുണ്ട്. നല്ല ഐഫോണിന്റെ കൈപുണ്യത്തെ കുറിച്ച് ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് ഇതിന് മുന്നേ ഒരു ഇത് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഫുഡിലേക്ക് പോവാം. ഓക്കെ, കാണാം ഗൈസ്. കമോൺ, ഞാനൊരു പാത്രം എടുത്തിട്ട് തരാം. എന്നാ നീ കൊണ്ട് വെച്ചോ, കൊണ്ട് വെച്ചോടാ. കമോൺ, ഇതെടുക്കാല്ലേ? വാ. സ്നേഹം തേനല്ല, നോവിൻ കൈപ്പല്ല, കണ്ണീനും നനനേസുമല്ല. ഗൈസ് നോക്കൂ, കണ്ടാ? ശരാ. അയ്യോ, സാമ്പാർ പോരല്ലേ? ചമ്മന്തിയാണ്, വറുത്തതാണ്. കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. അത് കാണല്ല, അത് അഡ്ജസ്റ്റ് ചെയ്യണം. വെറുതെ പറയുന്ന വേഴാമ്പലല്ല, അങ്ങനെയൊന്നും ഇല്ല, തോന്നുന്നു പാട്ട്. നമ്മളിനി ഭക്ഷണം കഴിക്കാം. വൈരി എടാ, ഇതിന് സ്പൂൺ എടുത്തില്ല സാമ്പാർ ഒഴിക്കാൻ. ഇല്ല, ചമ്മന്തി കിട്ടും. ഈ കുട്ടി. ഗൈസ്, സാമ്പാറുണ്ട്. എടാ, ഇവിടെ ഇരുന്നൂടെ? ചെൽ, ഇവിടെ ഇരിക്കാടാ, കട്ടിൽ തന്നെ ഇരിക്കാം. അപ്പൊ ഈ ദുബായിലേക്ക് ഇങ്ങനെ കേട്ടോ, അതായത് ഒരൊറ്റ ബെഡ്റൂം. ഇപ്പൊ ഇവര് നിൽക്കുന്നത് ഒറ്റ ബെഡ്റൂമാണ്. അപ്പൊ ഈ ബെഡ്റൂമിൻ്റെ അകത്ത് തന്നെ ഫ്രിഡ്ജ് ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ വലിയൊരു മിറർ. ഈ കഴിഞ്ഞ ദിവസം കുറച്ചൊരു ഇന്നലെ കാണൂല, നീ ഫ്രെയിമിലേ ഇല്ല. എനിക്ക് തോന്നണ സ്പൂണ് വീണിക്കുന്ന്. അതിൽ സ്പൂണ് വീണിക്കുന്ന്. ഇതിൻ്റെ അകത്താ? നോക്കട്ടെ, ഇതിൻ്റെ അകത്ത് സ്പൂണുണ്ട്. ആടാ, അതേ മുങ്ങിക്കിടക്കുന്ന സ്പൂണ്. സാമ്പാറിൽ കുടിച്ച് കിടക്കുന്ന സ്പൂൺ. അതും പറഞ്ഞു കൊടുക്കുന്ന അതും പറഞ്ഞു കൊടുക്കും, പിന്നെ എല്ലാം പറഞ്ഞു കൊടുക്കും. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, ദുബായില് ലൈഫ് ഇങ്ങനെയാണ്. അതായത് ഒരൊറ്റ റൂമില് അങ്ങനെ എല്ലാം കൂടി ഒന്ന് ഇരിക്കോ? അതിന് നീങ്ങിരിക്കേ. ചില കുറച്ച് ബാക്കോട്ട് ഒക്കെ എന്നാലും എല്ലാരും കിട്ടുള്ളൂ. ഓക്കെ, ഫൈൻ. ഇല്ലാതെ കുറച്ചുകൂടി പോലെ അത്ര മതി. അപ്പോൾ ഇങ്ങനെ ഒറ്റ റൂമിൽ ഇങ്ങനെ കാര്യങ്ങളൊക്കെ. ഞങ്ങൾ നിൽക്കുന്ന റൂം നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. ഞങ്ങൾ 3 പേര് ഒരു റൂമിൽ, അപ്പുറത്ത് സൂഫിയും ബാക്കി ടീംസൊക്കെ റൂമിലാണ്. അതെ, എനിക്ക് വിശക്കുണ്ട്. നിങ്ങൾ കറി വേണമെങ്കിൽ എടുത്ത് വെച്ച് കഴിച്ചോ. അപ്പോൾ കഴിച്ചു പിന്നെ നാരങ്ങ, സോറി, ഫുഡിൻ്റെ കാര്യത്തിൽ അറിയാലോ. അപ്പോൾ ഐഫോണിൻ്റെ സാമ്പാർ. ഗൈസ്, ഡു യു റിമെമ്പർ, ഞാനും ബിഗ് ബോസിൽ ചട്ടിക്ക് കറി ഉണ്ടാക്കുന്ന ചട്ടിയിൽ തന്നെയാണ് നമ്മുടെ ഫുഡൊക്കെ കഴിക്കാറ്. ഇതിപ്പോ വേറെ പാത്രം ഇല്ലാത്തതുകൊണ്ട് വേറെ ഇവർക്ക് രണ്ടുപേരും മാത്രമേ ഉള്ളൂ, വൈഫും ഹസ്ബൻഡും. അപ്പോൾ അവർക്ക് മാത്രമുള്ള പാത്രം ഇവർ ഇതുവരെ വെച്ചിട്ടുള്ളൂ. അപ്പോൾ ചട്ടി ഞാൻ എടുത്ത് ഇടക്ക് ഇത് കയറി വരുന്ന അതെ, പരിചയപ്പെടും എന്ന് വിചാരിച്ചില്ല. അതൊക്കെ വിചാരിച്ചില്ലേ നീ? ഇല്ല, പരിചയപ്പെടണം വിചാരിച്ചു. പേടിച്ചു. അപ്പൊ ഞാൻ അടിപൊളിയാടാ. ജലസി എങ്ങനെയുണ്ട്? നല്ല സംഭവമാണോ? അങ്ങനെ പറയണോ? നല്ല സാമ്പാർ, നല്ല മീൻകറി. മീൻകറി അല്ലാടാ, മീൻ ചമ്മന്തി. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഏതാണെന്നറിയോ? ചമ്മന്തി. പറയണ്ടല്ലോ. ഓഹ്, ഒരക്ഷലാവൻ. ഇതിന്റെ കളർ തന്നെ നിങ്ങളൊന്ന് നോക്കിക്കേ. കാണണ്ട ഇത് ക്യാമറ ഇവിടെ. നല്ല ചുവന്നിരിക്കുന്ന കളറ്. ഒരു രക്ഷയില്ലാട്ടാ, അടിപൊളി. താങ്ക് യു. അപ്പോൾ ഗൈസ്, നമ്മളിതിൻ്റെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഒരു വ്ളോഗ് ചെയ്യണം. ചെൽസിനെ കിട്ടുള്ള കയറുക. തിന്നാൻ പോലും സമ്മതിക്കുള്ള അപ്പൊ ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങളൊരു ചലഞ്ച് വീഡിയോ ചെയ്യാനുള്ള ഒരു പ്ലാൻ ഉണ്ട് ഗൈസ്. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ആ വീഡിയോ കൂടി കാണും. ചലഞ്ച് വീഡിയോ നമുക്ക് ചെയ്യാം, നമ്മൾ പ്ലാൻ ചെയ്ത്. ഡോണ്ട് വെറി, ഐ ആം ഹിയർ നോ. അപ്പൊ നമ്മൾ ആ വീഡിയോ കൂടി കാണും. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഫുഡിന്റെ റിവ്യൂ ഒന്നും പറയാനില്ല ഗൈസ്, അടിപൊളിയാണ്. ഞാൻ ഇനി സംസാരിച്ചുകൊണ്ട് കഴിഞ്ഞാൽ ഞാൻ മാത്രമേ കഴിക്കണ്ടാവും. ഞാൻ കഴിക്കട്ടെ, വിശക്കുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഇത്രയും മനോഹരമായ ഭക്ഷണം ഉണ്ടാക്കി തന്ന ഐഫിന് ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക,
സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഐഫോൺ ചാനലൊക്കെ ഉണ്ട്. ഐഫോണ് ഇതുവരെ ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഐഫോണും ചെറിയൊരു ചാനലൊക്കെ ഉണ്ട്. അതിനേക്കാളും കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉള്ള ഒരു 1.5 ലക്ഷം എത്ര 3 lakhs സോറി 3.5 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു ചാനലൊക്കെ ഉണ്ട്. അതുകൊണ്ട് ആരും സബ്സ്ക്രൈബ് ചെയ്യണമെന്നില്ല. ചുമ്മാ പറഞ്ഞത്. സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഐഫു എന്നാണ് പേര്. ഇൻസ്റ്റാഗ്രാമിലുണ്ട്. അതുപോലെ ഇവിടുത്തെ വലിയൊരു ഇൻഫ്ലുവൻസറാണ് ഐഫു. കഴിച്ചത്രയുള്ളൂ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടാം, സപ്പോർട്ട് ചെയ്യാം. കീപ് സപ്പോർട്ടിങ്. മൈക്കൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ പുതിയ പുതിയ പരിപാടികളൊക്കെ ആയിട്ട് ദുബായ് ഒന്നൊക്കെ ഇറങ്ങണം. ഇവരാരും ഫ്രീ അല്ല കഴിച്ച്. പിന്നെ ഞാൻ എങ്ങനെ എന്ത് ചെയ്യാനാ? ഞാനും കുറച്ച് തിരക്കിലായി പോയി. എന്തായാലും കാണാം. അപ്പൊ അത്രേ ഉള്ളൂ. ബൈ.